വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ ബീഹാർ ബന്ദ് പൂർണ്ണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവർ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ മുന്നേറ്റമാണ്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് ബീഹാറിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ പൂർണ്ണമായ ബന്ദാണ് നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്. ശ്രീജിത്ത്, എന്താണ് ബീഹാറിലെ നിലവിലെ സ്ഥിതി? രാജ്യവ്യാപകമായി ഒരു ഭാഗത്ത് രാജ്യവ്യാപകമായി പണിമുടക്ക് നടക്കുകയാണ്. അവിടെ ബീഹാറിൽ മാത്രമായി മറ്റൊരു പ്രതിഷേധത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. എന്താണ് അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ? അഖില, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി അവിടെ RJD, കോൺഗ്രസ്, CPM, CPI, CPIML അടക്കം മഹാഗഡ്ബന്ധൻ എന്ന പേരിലുള്ള ഇന്ത്യ സഖ്യം ബീഹാറിൽ മഹാഗഡ്ബന്ധൻ എന്ന പേരിലാണ് വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ബീഹാർ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ പണിമുടക്കിനൊപ്പം തന്നെയാണ് ബീഹാർ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾക്കറിയാവുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ പണിമുടക്ക് വലിയ രൂപത്തിൽ ബാധിക്കാറില്ല. പക്ഷേ ബീഹാർ ബന്ദ് അത് ബീഹാറിൽ നടക്കാൻ പോകുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഒരേ മനസ്സോടുകൂടി ഈ സമരത്തിൽ ബന്ദിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, MA ബേബി, D രാജ, CPIML നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ അണിനിരക്കുന്ന വലിയ റാലിയാണ് ഇന്ന് പട്നയിൽ നടന്നത്. ആ റാലിക്ക് പുറമെ എല്ലാ പ്രദേശങ്ങളും ബീഹാറിൻ്റെ സമസ്ത മേഖലയും സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് RJDയും കോൺഗ്രസും റോഡും റെയിലും ഉപരോധിച്ചു. അതുമാത്രമല്ല, ടയറുകൾ കത്തിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ബീഹാറിൻ്റെ നാനാഭാഗത്ത് നടന്നു. അങ്ങനെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുമെന്നും ഇത് BJPക്ക് വേണ്ടി നടത്തുന്ന നാടകമാണെന്നും BJPക്ക് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുമാണ് കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ആരോപിക്കുന്നത്. ഏതാണ്ട് NRCക്ക് സമമായി, ദേശീയ പൗരത്വ രജിസ്റ്ററിന് സമാനമായി 1987 ശേഷം ജനിച്ചവർക്ക് രക്ഷിതാക്കളുടെ അഡ്രസ് കൂടി ചേർത്തുകൊണ്ട് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ എന്ന പരിഷ്കരണ രീതിയോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ആ പരിഷ്കരണത്തിനെതിരാണ് ഇപ്പോൾ നടക്കുന്ന ബീഹാർ ബന്ദ്. എന്തായാലും ദേശീയ പണിമുടക്കിനൊപ്പം നടക്കുന്ന ബീഹാർ ബന്ദ് ബീഹാറിനെ സമ്പൂർണ്ണമായി സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ബീഹാറിൽ സാധാരണഗതിയിൽ ദേശീയ പണിമുടക്ക് ബാധിക്കുന്നതല്ല. പക്ഷേ ഇത്തവണ ഇത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന സമരം വലിയ രൂപത്തിൽ ബീഹാറിനെ ബാധിച്ചിട്ടുണ്ട്. റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം, ഓഫീസുകൾ എല്ലാ അർത്ഥത്തിലും ബീഹാറിനെ സമീപിക്കുന്ന രൂപത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ദേശീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധി, CPMനെ പ്രതിനിധീകരിച്ച് MA ബേബി, CPI പ്രതിനിധീകരിച്ച് D രാജ, CPIMLന്റെ നേതാക്കൾ എല്ലാവരും തന്നെ RJDക്കൊപ്പം അണിനിരക്കാൻ, മഹാഗഡ്ബന്ധൻ എന്ന രൂപത്തിൽ അണിനിരക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ ബീഹാർ ബന്ദിൻ്റെ പ്രത്യേകത. എന്തായാലും ബീഹാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രൂപത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഏകീകരണത്തിനും അവരുടെ ശക്തി പ്രകടനത്തിനും ഈ ബീഹാർ ബന്ദ് കാരണമായി എന്ന് വേണം വിലയിരുത്താൻ. അഖില.